ഉഴുന്നുവട വേണമെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്കൊരു ചിരട്ട മാത്രം മതി. ഇതുകൊണ്ട് എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കുന്നത് കണ്ടു നോക്കാം. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ, കാരണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം. നമ്മുടെ വീടുകളിൽ ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ കാണുമല്ലോ, നല്ല മോഡലായിട്ടുള്ള പാത്രങ്ങളൊക്കെ കാണും. പ്രത്യേകിച്ച് വെള്ള കളറിലൊക്കെ പാത്രങ്ങൾ കാണും. നമ്മൾ കുറേ നാൾ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഒരു മഞ്ഞ കളർ പോലെ അതിൻ്റെ കറയൊക്കെ പിടിച്ച് വരും. അപ്പോൾ കറയൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്ക് അത് പോകാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിൽ പേസ്റ്റ് എടുക്കുക. നമ്മൾ ഏത് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, വൈറ്റ് കളർ പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ഏത് പേസ്റ്റ് ആണ് നിങ്ങൾ എടുക്കുക. കുറച്ചൊന്ന് നമ്മുടെ ആ പാത്രത്തിലൊന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം അതിന് നമുക്ക് സ്ക്രബ്ബർ വെച്ചോ അല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ടോ നല്ലപോലെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. ഒരുപാട് ശക്തിക്കോ ഉരയ്ക്കോ ഒന്നും വേണ്ട. അല്ലാതെ തന്നെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുമ്പോൾ എത്ര മഞ്ഞക്കറ നമ്മുടെ ഈ വെള്ള പാത്രത്തിൽ വൈറ്റ് കളറിലെ പാത്രങ്ങളെല്ലാം പിടിച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അത് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഒറ്റ പ്രാവശ്യം ഒന്ന് യൂസ് ചെയ്യുവാണെങ്കിൽ തന്നെ നല്ല പളങ്ക് പോലെ നമ്മുടെ പാത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. നമ്മുടെ പേസ്റ്റ് ഏത് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇപ്പം ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡുകളിലെല്ലാം അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിന് കഴുകിയും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലപോലെ പാത്രം നല്ലപോലെ വെട്ടി തിളങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു കറയെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇങ്ങനെ കളറുള്ള പാത്രത്തിൽ കറ പിടിച്ചിട്ടുണ്ടെങ്കിലും അതും പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വെള്ള കളർ മാത്രമല്ല, ഏത് പാത്രങ്ങളും നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഒരു സ്വല്പം കോൾഗേറ്റിൻ്റെ പേസ്റ്റ് മതി കേട്ടോ. അപ്പോൾ ഏത് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇവിടെ ഞാനൊരു കുപ്പി എടുത്തിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ അച്ചാർ കുപ്പി അങ്ങനെ എന്ത് സാധനം മേടിച്ചാലും ഒരു സ്മെല്ലൊക്കെ വരും അല്ലേ. അപ്പോൾ അച്ചാറൊക്കെ തീർന്നു കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ വരും. നമ്മൾ പിന്നെ അത് വേറെ ഒരു സാധനം ഇടാനായിട്ട് പറ്റാതെ വരും. അപ്പോൾ നമുക്ക് ഈ സ്മെല്ലൊക്കെ കളയാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് കഴുകി എടുത്തതിന് ശേഷം അത് ഉണക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് ന്യൂസ് പേപ്പർ ഇട്ട് വെക്കുക. ന്യൂസ് പേപ്പർ ഇട്ട് വെച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ എടുക്കുമ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ പോകുന്നതായിരിക്കും കേട്ടോ. ന്യൂസ് പേപ്പർ ആ സ്മെല്ലൊക്കെ അബ്സോർവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു നല്ല കുപ്പി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ മടിയുള്ളവർ വേറൊരു ടിപ്പ് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു കുപ്പിയിലേക്ക് ഒരു തീപ്പെട്ടിക്കുള്ളി ഒന്ന് കത്തിച്ചിട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു സ്മെല്ല് പോകുന്നതായിരിക്കും. അങ്ങനെ ഒന്ന് ചെയ്തൊക്കെ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് കഴുകിയതിന് ശേഷം മാത്രം എടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇട്ടേക്കണേ. ഇനി അടുത്ത ടിപ്പ്, ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ നമ്മൾ ഈ കടകളിൽ നിന്ന് മേടിക്കുന്ന നമുക്ക് ഈ ഓഡോണിൽ പോലത്തെ ഒരു സാധനമാണ്. കാര്യം നമുക്ക് ഈ ബാഡ് സ്മെല്ലെല്ലാം കളയാനായിട്ടൊക്കെ നല്ലൊരു സാധനമാണ് ഈ ഒരു ഇത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സാധനം നമ്മൾ കാശ് കൊടുത്ത് വെളിയിൽ നിന്ന് മേടിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇതിൻ്റെ കാലിയായിട്ടുള്ള ഒരു ഇതായിരുന്നു ഇത് കേട്ടോ. ഇതിൻ്റെ സ്മെല്ലും മണമെല്ലാം പോയതായിരുന്നു. അപ്പോൾ ഞാൻ പാക്കറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി ഒഴിച്ചു കൊടുക്കാം. അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലാണ്, വീട് നിറഞ്ഞ് നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഇരിക്കുമ്പോൾ കുറേ നാൾ അതങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ടാണ് ആ ഒരു കവറിൽ തന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. നല്ലപോലെ അരിയിപ്പിച്ചും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് കല്ലുപ്പ് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിലേക്ക് നമ്മുടെ വീട്ടിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കണേ. അതാണ് നല്ലൊരു സ്മെല്ല് തരുന്നത്. പക്ഷേ എങ്കിൽ എൻ്റെ ഇപ്പം ഇല്ലാത്തത് കാരണം ഞാനിപ്പോൾ പൈനാപ്പിൾ എസൻസ് കൊണ്ട് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ലൊരു എഫക്റ്റാണ് കിട്ടുന്നത്. നല്ല സ്മെല്ലായിരിക്കും. നമ്മുടെ വീടിൻ്റെ കോയിലും ഫുള്ള് നല്ല സ്മെല്ലായിരിക്കും. ബാഡ് സ്മെല്ലൊക്കെ മാറുന്നതായിരിക്കും. പൈനാപ്പിൾ എസൻസിനെക്കാട്ടും നല്ലത് വാനില എസൻസ് ആണ് കേട്ടോ. അതുണ്ടെങ്കിൽ അതെടുക്കുക. ഇല്ലെങ്കിൽ ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കംഫർട്ട് കാണുമല്ലോ, കംഫർട്ട് ഉണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഉപ്പ് അരിയിപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഈ കവറിൻ്റെ ഒരു സൈഡ് ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു സിറിഞ്ചാണ് കേട്ടോ. സിറിഞ്ച് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ അകത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിട്ട് ഒഴിച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ സിറിഞ്ച് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സിറിഞ്ച് ഇതിങ്ങനെ നമുക്ക് ഇതിൻ്റെ വെള്ളം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന സൊല്യൂഷൻ ഒന്ന് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് സിറിഞ്ചിൽ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ.
കിച്ചണിൽ തന്നെയാണ് ഞാനിങ്ങനെ ചെയ്ത് വെക്കുന്ന കാര്യമുണ്ടല്ലോ. നമുക്ക് മീനൊക്കെ പൊരിക്കുമ്പോഴൊക്കെ എൻ്റെ മത്തിയാണേലും ചൂട മീനാണെങ്കിലും ഏത് മീനാണെങ്കിലും പൊരിക്കുമ്പോൾ ഒരു സ്മെല്ല് നമ്മുടെ കിച്ചണിൽ തങ്ങി നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു സ്മെല്ലൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ തലമുടിയൊക്കെ ഇരുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ ഈ നമ്മുടെ ചീപ്പ് കഴുകാറില്ല അല്ലേ. പക്ഷെങ്കിൽ കഴുകുന്നേക്കാട്ടും നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടും ഈ ഒരു സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് പൗഡർ. അപ്പോൾ ഈ ചീപ്പിലൊക്കെ ഒരുപാട് ചെളി പിടിച്ച് നമ്മുടെ മുടിയിലുള്ള തലയിലൊക്കെ ഉള്ള ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അത് പിടിച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് ഇരുവാണെങ്കിൽ എണ്ണമയൊക്കെ ഇങ്ങനെ ഉണങ്ങിയിരുന്ന് അത് ഫുള്ള് അഴുക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ചീപ്പ് കഴുകാതെ തന്നെ ക്ലീനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്തുള്ള അഴുക്കും മുടിയും അതിൻ്റെ തിരിക്കുന്ന അഴുക്കുകളെല്ലാം പോയി നല്ലപോലെ വെളുത്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും തൊടാതെ നമ്മുടെ ചീപ്പ് എത്ര ചീപ്പ് വേണേലും പൗഡർ കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഞാനിത് ക്ലീൻ ചെയ്ത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ല, നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇനി നമ്മൾ ഇവിടെ ഒരു പാനൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടാക്കിയെന്ന് വെക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ ചീപ്പൊക്കെ മേടിക്കുമ്പോൾ നമ്മുടെ തല ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, തലയൊക്കെ ഇടുമ്പോൾ തലയൊക്കെ മുറിയുകയും മുടി പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. നല്ലപോലെ ഷാർപ്പ് പോലെയാണ് ഇരിക്കുന്നത്, നല്ല മുള്ളു പോലെയാണ് ഇതിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ തലയൊക്കെ കൊണ്ട് നല്ല തലയിലെ തൊലിയൊക്കെ പോകുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് മാറ്റിയെടുക്കാം. അതിൻ്റെ പിന്നെ ആ മുള്ളു പൊലിക്കുന്ന ഭാഗമൊക്കെ നല്ലപോലെ മാറ്റി നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കാം. കണ്ടില്ലേ, ഇത് ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊന്ന് ആ ചൂടായ പാനിലേക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ നല്ലപോലെ ആ ഒരു അതിൻ്റെ ആ തുമ്പ് ഭാഗമെല്ലാം മുകൾ ഭാഗമെല്ലാം നല്ലപോലെ ഇതായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്ത് നമുക്ക് മുടി ഇടാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് കൂടെ ചെയ്യുക. എല്ലാവർക്കും അറിയാമായിരിക്കും, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ലതായിരിക്കും കേട്ടോ. കൊച്ചു കുട്ടികളുടെയൊക്കെ മുടിയൊക്കെ ഇടുമ്പോൾ കുഞ്ഞുങ്ങളുടെ തലയിലെ തൊലിയൊക്കെ പോകുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീട്ടിൽ നമ്മൾ തീപ്പെട്ടിയൊക്കെ മേടിച്ച് വെക്കാറുണ്ട്. ഇപ്പം മഴക്കാലമായതാണ്, ചിലപ്പോൾ ഇത് തണുത്താണ് ഇരിക്കാറുള്ളത് അല്ലേ. അപ്പോൾ ഇത് കത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് വെള്ളമായി എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ടിപ്പാണിത്. ഇപ്പം വെള്ളമൊക്കെ ഈ തണുത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ചരി ഒന്ന് ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തൊന്ന് കുലുക്കി എടുത്ത് വെക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ നല്ലപോലെ കത്തിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ തണുപ്പ് മാറുകയും ചെയ്യേണ്ടത് വെള്ളം എന്തെങ്കിലും വീണിട്ട് അരി അബ്സർവ് ചെയ്യുന്നതായിരിക്കും ആ വെള്ളത്തിന്. അങ്ങനെ നമുക്ക് നല്ലപോലെ തീപ്പെട്ടി ഉപയോഗിക്കാനും പറ്റും. ഇനി അടുത്ത ടിപ്പിലേക്ക് വാ. ഇവിടെ ഇപ്പം എൻ്റെ കയ്യിൽ മോതിരമാണ്, ഇച്ചിരി ഊരാൻ പാടാണ് കേട്ടോ. നമ്മൾ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പ്രയാസമാണ് എൻ്റെ മോതിരം ഒന്ന് ഊരാൻ. കാര്യം അത് ചളങ്ങിയിട്ട് എങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് അങ്ങോട്ട് ഊരാൻ പാടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ തേച്ചിട്ട് ഊരാം, അല്ലെങ്കിൽ സോപ്പ് തേച്ചിട്ട് ഊരാം, അല്ലെങ്കിൽ നമുക്ക് വാസലിൻ തൂത്തിട്ടൊക്കെ ഊരാം. പക്ഷേങ്കിൽ നമുക്ക് വേണ്ടത് പൗഡർ മാത്രമാണ് കേട്ടോ. കുറച്ച് പൗഡർ ഇട്ട് കയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് ഊരിയെടുക്കുക. പെട്ടെന്ന് തന്നെ ഊരിയെടുക്കുക. എന്ന് കടയിൽ പോയി ഇത് കട്ട് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് തന്നെ വീട്ടിൽ പതുക്കെ ഇതുപോലെ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ട ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്നുകൂടെ പൗഡറിന് തൂത്തിട്ട് പതുക്കെ ഒന്ന് ഊരിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, അങ്ങനെ ജസ്റ്റ് ഒന്നാക്കി കൊടുത്തിട്ട് എടുത്തപ്പോൾ നല്ലപോലെ നമ്മുടെ ആ മോതിരം ഒന്ന് ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, ഇപ്പോൾ വീട്ടിലെല്ലാവരുടെയും പ്രശ്നമാണ് അരിയിൽ പ്രാണി വരുന്നതും അതുപോലെ കട്ട കെട്ടുന്നതും പൂപ്പൽ വരുന്നതും എല്ലാം അല്ലേ. അപ്പോൾ അധികം നമ്മൾ ഈ അരി മേടിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ അതിൽ പ്രാണി കയറില്ല കേട്ടോ, വണ്ടുകൾ കയറില്ല, പൂപ്പൽ വരുത്തുമില്ല. അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ടിപ്പ്, നല്ലൊരു ടിപ്പാണിത്. വെളുത്തുള്ളി, എല്ലാവരുടെയും വീടുകളിൽ വെളുത്തുള്ളി കാണുമല്ലോ. അപ്പോൾ ഈ കുറച്ച് ഒരു കഷ്ണം വെളുത്തുള്ളി മതി. അതെടുത്ത് ഇതിലേക്ക് നാക്കി വെച്ചിട്ട് അരിയും കൊണ്ട് ഇങ്ങനെ മൂടി വെക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് പ്രാണി കയറത്തേ ഇല്ല. നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്യണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. പിന്നെ ഇവിടെ കുറച്ച് ഉഴുന്നുവടയ്ക്കുള്ള മാവാണ് അരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉഴുന്നുവടയ്ക്കുള്ള മാവ് അരയ്ക്കാൻ എല്ലാവർക്കും അറിയാം. ഇതിനകത്തൊരു ടിപ്സ് കൂടെ പറഞ്ഞു തരാം ഞാൻ. ഉഴുന്നുവടയ്ക്ക് മാവ് അരയ്ക്കുമ്പോൾ ഉഴുന്നരയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇതിലേക്ക് എല്ലാവരും കുരുമുളക് ഉണങ്ങിയതാണ് പൊടിച്ചിടാറ്, അരച്ച് ചേർക്കാറുള്ളത്. പക്ഷേ പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ ഒന്ന് അരച്ച് ചേർത്തിട്ട് ഉഴുന്നുവട ഉണ്ടാക്കി നോക്കൂ. ഉഴുന്ന് 8 മണിക്കൂറെങ്കിലും ഇട്ട് നല്ലപോലെ ഒന്ന് കുതിർത്തെടുക്കണം. എന്നാലേ നല്ല സോഫ്റ്റായിട്ടും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ 2 ടീസ്പൂൺ റവയും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ല സൂപ്പർ ഉഴുന്നുവട റെഡിയാക്കി എടുക്കാനും കൂടെ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത ഉഴുന്നാണത്. പക്ഷേങ്കിൽ ഇപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. ഇപ്പോൾ കൈയൊക്കെ എണ്ണ വീണ് തെറിച്ച് പൊള്ളൂന്നൊക്കെ പേടിയുള്ളവർക്കുള്ള അടിപൊളി ടിപ്പാണ്. നമുക്കൊരു ചിരട്ട മാത്രം മതി കേട്ടോ. ഈ ഒരു ചിരട്ട ഉണ്ടെങ്കിൽ ആയിരക്കണക്കിന് ഉഴുന്നുവട വേണമെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിനായിട്ട് നല്ലപോലെ ക്ലീനാക്കി ഒരു ചിരട്ട എടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പച്ചവെള്ളം തൂത്ത് കൊടുത്താൽ, എണ്ണ പോലും തൂത്ത് കൊടുക്കേണ്ട കാര്യമില്ല, പച്ചവെള്ളം ഒന്ന് തൂത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് മാവ്, ഉഴുന്നുവടയ്ക്കുള്ള മാവ് നമ്മൾ എടുത്ത്
ഇത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇത് എണ്ണയിലേക്ക് ഇങ്ങനെ കൊട്ടിയിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഒരു പ്രയാസമില്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, ഇതിങ്ങനെ ആ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ ആ ചിരട്ടയിൽ തന്നെ അങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള മാവ് ഇട്ടിട്ട് ഒരു ഹോളിട്ട് കൊടുത്തിട്ട് ചിരട്ട കൊണ്ട് തന്നെ കണ്ടോ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കണം. കണ്ടോ, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉഴുന്നുവട കൈ പൊള്ളാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് മുമ്പ് നമുക്ക് തവിയുണ്ട്, അരിപ്പത്തവി ഉണ്ടെങ്കിൽ അരിപ്പത്തവി വെച്ച് നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ആണെങ്കിലും മതി. അപ്പോൾ ഈ ചിരട്ടയും കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. സിമ്പിളായിട്ടൊരു ടിപ്പാണ്. എന്തോരം ചിരട്ട ഉണ്ടായിട്ട് ഇതുവരെ നമ്മൾ അറിഞ്ഞില്ലല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചിരട്ട കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. കയ്യിൽ എണ്ണ വീണ് പൊള്ളുമെന്നുള്ള പേടിയുള്ള വീട്ടമ്മമാർക്ക് വരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ് ചിരട്ട. അപ്പോൾ ചിരട്ട നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ട്. നമുക്ക് സൂപ്പറായിട്ട് സോഫ്റ്റായിട്ട് ഈ ഉഴുന്നിൽ ചേർത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ. നല്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.